തുറവൂർ ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡ് പൊഴിച്ചിറ കിഴക്കേ കോളനി കരേച്ചിറ പട്ടികജാതി കുടുംബങ്ങളാണ് വെള്ളക്കെട്ടിൽ താമസിക്കുന്നത്. ആഴ്ചകൾ 4 ഈ വെള്ളക്കെട്ട് തുടർന്നു കൊണ്ടിരിക്കുന്നത്. സർക്കാർ ഏജൻസികളും പട്ടികജാതി വികസന വകുപ്പും കർഷക ഓഫീസർമാരും നടപടി സ്വീകരിക്കുമെന്ന് ഉള്ള മൗനാനുവാദത്തിൽ ഞങ്ങൾ ഈ കെട്ട് ഇട്ടിട്ടിരിക്കുന്ന വെള്ളത്തിൽ താമസിക്കുകയും എലിപ്പനി, കൊതുകുപനി, ഡെങ്കിപ്പനി തുടങ്ങിയ മാരക രോഗങ്ങൾ ഏത് നേരവും ഈ പാവങ്ങൾക്ക് പിടിപെടാം. സർക്കാർ അധികാരികൾ കണ്ണു തുറക്കുന്നില്ല. ജീർണിച്ച വീടുകളുടെ ഉള്ളിലാണ് ഈ പാവങ്ങളുടെ താമസങ്ങൾ. പല സർക്കാർ മാറി മാറി വരുന്നുണ്ടെങ്കിലും ഇതിന് യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല. ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനും ലഭിക്കുന്നതിനും വേണ്ടി നിരവധി തവണ പട്ടികജാതി വികസന വകുപ്പിലും ജില്ലാ പട്ടികജാതി വികസന വകുപ്പിലൊക്കെ പരാതികൾ കൊടുത്ത് സ്വപ്നത്തിൽ കഴിയുകയാണ് ഈ കുടുംബങ്ങൾ. ഇവരെ സഹായിക്കാൻ സർക്കാർ ഏജൻസികൾ കണ്ണു തുറക്കണം. ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിരവധി തവണ പരാതികളും വിവരാവകാശവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് സർക്കാർ. പ്രത്യേകിച്ചും പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടേഴ്സന്മാർ, ഓഫീസർമാർ, ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർമാർ, അവർക്കൊക്കെ നമ്മൾ ഇവിടെ റോഡ് വരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പരാതികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ യാതൊന്നും അവർ അത് ശ്രദ്ധിക്കുന്നില്ല. ഇവരുടെ ജീവിതങ്ങൾ വളരെ ദുരിതമാണ്. സർക്കാർ കണ്ണു തുറക്കണം. തുറവൂർ ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിൻ്റെ 15-ാം വാർഡിൻ്റെയും പാടശേഖരങ്ങളുടെ സംരക്ഷണത്തിനായി നിർമ്മിച്ചിട്ടുള്ള കരയത്തോട്, ചങ്ങര മുതൽ പറപ്പള്ളിത്തോട് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ തോടുകൾ കരദ്രാവക മാലിന്യങ്ങളുടെയും ജലമാലിന്യങ്ങളുടെയും ഈറ്റില്ലമായി ഇന്ന് മാറിയിരിക്കുകയാണ്. പഞ്ചായത്ത് അധികാരികൾ, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ട വിധം ഇതിന് ശ്രദ്ധ കൊടുക്കുന്നില്ല. ആയതിനാൽ ഓരുമുട്ടുകളെന്ന പേരിൽ തോടിന് കുറുകെ മുട്ടുകളിട്ട് നീരൊഴുക്ക് തടസ്സപ്പെടുത്തി വെള്ളപ്പൊക്കമാക്കി ഈ തോടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കിഴക്കൻ മേഖലയിലുള്ള വെള്ളപ്പൊക്കം വർദ്ധിപ്പിക്കുമ്പോൾ കിഴക്കൻ മേഖലയിലുള്ള ജനവാസികൾ പാടശേഖരങ്ങളുടെ ചിറ പൊട്ടിച്ച് പാടശേഖരത്തേക്ക് വെള്ളം കയറ്റിവിടുകയും പാടശേഖരം വെള്ളപ്പൊക്കം ആകുകയും അതിനു ചുറ്റും താമസിക്കുന്ന പട്ടികജാതി കോളനികൾ വെള്ളപ്പൊക്കക്കെടുതിയിലാകുകയും ചെയ്യുന്നത് ഒരു ദുഃഖകരമായ സത്യമാണ്. പാടശേഖരങ്ങൾ സംരക്ഷിക്കേണ്ടവയാണ്. അതിനു വേണ്ടിയിട്ടാണ് കൃഷി ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്ത് അധികാരികളും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഈ നാട്ടിലുള്ളത്. സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന നിങ്ങൾക്ക് ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ എങ്ങനെ കഴിയുന്നു എന്നത് ദുഃഖകരമായ സത്യമാണ്. 950 ഏക്കറോളം വരുന്ന പാടശേഖരം ഒരു പൂപ്പ് നെൽകൃഷിയും ഒരു പൂപ്പ് ശുദ്ധജല മത്സ്യകൃഷിയും അതിനോടനുബന്ധിച്ചുള്ള പച്ചക്കറി കൃഷിയും നടന്നുകൊണ്ടിരുന്ന ഈ പാടശേഖരം ലാഭകരമല്ല എന്നുള്ള കാരണത്താൽ നഷ്ടമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് മത്സ്യക്കെട്ടാക്കി പാടശേഖരങ്ങളെ വെണ്ണീറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാടശേഖരങ്ങൾ സംരക്ഷിക്കേണ്ട ഇടമാണ്. അതിനാണ് കർഷക സംഘം, അതിനാണ് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് എന്നിങ്ങനെ പറയുന്ന വകുപ്പുകളും സംവിധാനങ്ങളും ഉള്ളത്. അതിനെയൊക്കെ വേണ്ട വിധം നിർദ്ദേശങ്ങൾ കൊടുത്ത് ഇതിനെ സംരക്ഷിക്കേണ്ടവയാണ്. പാടശേഖരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നിർമ്മിച്ചതാണ് കുത്തോട് പഞ്ചായത്ത് 15-ാം വാർഡിലെ ഈ പാലം. പണി പൂർത്തീകരിക്കാതെ അപ്രോച്ച് റോഡിന് അനുമതിയില്ലാതെ ഈ പാലം
സഞ്ചാരയോഗ്യമാകുന്നത് ആക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പ്രദേശവാസികൾ. ചപ്പും ചവറുകളും നിറച്ച് പാടശേഖരം വെണ്ണീറാക്കിക്കൊണ്ടിരിക്കുകയാണ്, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാടശേഖര ധർമ്മം എന്താണെന്നും സർക്കാർ ഏജൻസികളും കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും തന്നെ അറിയണം. അതിനുവേണ്ടിയുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾ ശമ്പളം പറ്റുമ്പോൾ നിങ്ങളുടെ കൈകൊണ്ട് ഒന്ന് എഴുതി ഇതിനു വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഞാനിതിനവധി നിരവധി പരാതികൾ ഇതിനു വേണ്ടി തരികയും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി വിവരാവകാശമൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. വേണ്ടുന്ന നിർദ്ദേശങ്ങളും പഠനങ്ങളും നടത്തി ഇതിൻ്റെ പോരായ്മകൾ നികത്തി പാടശേഖരങ്ങളിൽ കൃഷിയിറക്കുവാനും അനുബന്ധിച്ചുള്ള പച്ചക്കറി കൃഷി ചെയ്യുവാനും വിഷമയമില്ലാത്ത ഭക്ഷണധാന്യങ്ങൾ വിളയിപ്പിക്കുവാനുള്ള സംവിധാനങ്ങൾ സർക്കാർ ഏജൻസികൾ നടത്തണം, കണ്ണ് തുറക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു.